ഹായ് ഫ്രണ്ട്സ്, PSC ഇൻഫോ വേൾഡിൻ്റെ LGS മെയിൻസിന് വേണ്ടിയിട്ട് നമ്മൾ ആരംഭിച്ചിട്ടുള്ള ഡെയിലി മോക്ക് ടെസ്റ്റ് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 30 ക്വസ്റ്റ്യനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളെല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്ന്? ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ട വർഷം? ഓപ്ഷൻ ബി 1950 ജനുവരി 25. വർണ്ണാന്ധത കണ്ടുപിടിച്ചത് ആര്? വർണ്ണാന്ധത കണ്ടുപിടിച്ചത് ആരാണ്? ഓപ്ഷൻ എ ജോൺ ഡാൾട്ടൺ. 2023 16ാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഏത് രാജ്യമാണ്? ഓപ്ഷൻ ബി ഇന്ത്യ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരാണ്? ഓപ്ഷൻ എ ശ്യാം ശരൺ നേഗി. അടുത്ത ചോദ്യം, ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി? ഓപ്ഷൻ ബി മിസോസ്ഫിയർ. കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം? താഴെ പറയുന്നവയിൽ കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം ഏത്? ഓപ്ഷൻ ഡി കൈഗ. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം? ധാതുക്കളുടെ കലവറ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം? ഓപ്ഷൻ സി ഉപദ്വീപീയ പീഠഭൂമി. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ചോദ്യം, അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ്? അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 17. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാലാ ഹർദയാൽ ഗദ്ദാർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വച്ചാണ്? ഗദ്ദാർ പാർട്ടിക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വച്ചാണ്? ഓപ്ഷൻ സി അമേരിക്ക. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നത് ആരുടെ പുസ്തകമാണ്? ഓപ്ഷൻ എ VP മേനോൻ. ചാന്നാർ ലഹള നടന്ന വർഷം? ചാന്നാർ ലഹള നടന്ന വർഷം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി 1859. അടുത്ത ചോദ്യം, മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിത ആര്? മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിത? ഓപ്ഷൻ സി AV കുട്ടിമാളു അമ്മ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല? ഓപ്ഷൻ ബി ഇടുക്കി. മന്തുരോഗം പരത്തുന്ന കൊതുകുകൾ ഏത്? താഴെ പറയുന്നവയിൽ മന്തുരോഗം പരത്തുന്ന കൊതുകുകൾ ഏതാണ്? ഓപ്ഷൻ ബി ക്യൂലക്സ് കൊതുക്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവമുണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു, തുടർന്ന് അന്ധതയിലേക്ക് നയിക്കുന്നു. ഈ അവസ്ഥയുടെ പേര്? ഓപ്ഷൻ എ സിറോഫ്താൽമിയ. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ സി ജെയിംസ് ചാഡ്വിക്. അടുത്ത ചോദ്യം, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി എത്ര? മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി? ഓപ്ഷൻ സി 20 ഹെർട്സ്.
താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതി അല്ലാത്തത് ഏത്? വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതി അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി പാഞ്ചാലി ശപഥം. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം. ഓപ്ഷൻ ബി മുംബൈ. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ സി ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി രംഗനാഥ മിശ്ര. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപം കൊണ്ട വർഷം. ഓപ്ഷൻ സി 2005. INA രൂപീകരിച്ചത് ആരായിരുന്നു? INA രൂപീകരിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ സി റാഷ് ബിഹാരി ബോസ്. അടുത്ത ചോദ്യം, വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാഭായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു? ഓപ്ഷൻ ബി ശാരദാ സദൻ. ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായ ISRO രൂപീകൃതമായ വർഷം. ISRO രൂപീകൃതമായ വർഷം. ഓപ്ഷൻ ഡി 1969. ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല. ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻ എ കണ്ണൂർ. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെൺനീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചത് ആര്? വെൺനീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ. അടുത്ത ചോദ്യം, മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏത്? ഓപ്ഷൻ സി മെനിഞ്ചസ്. അവസാനത്തെ ചോദ്യം, കേരളത്തിൽ ശിശു മാതൃമരണ നിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ശലഭം പദ്ധതി. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.